നമസ്കാരം. ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലത്തിലെ വേളൂക്കര പഞ്ചായത്ത് CPMൻ്റെ പാർട്ടി മെമ്പർ ഇപ്പോൾ BJP അംഗത്വമെടുത്ത് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കാം എന്തുകൊണ്ടാണ് BJPയിലേക്ക് എത്തിയിരിക്കുന്നത്. ചേട്ടാ നമസ്കാരം, പേരെന്തായിരുന്നു? എൻ്റെ പേര് ജയേന്ദ്രൻ. ഇപ്പോൾ BJPയിൽ അംഗത്വം സ്വീകരിച്ച് മുന്നോട്ട് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു? പ്രധാനപ്പെട്ട കാരണങ്ങൾ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഞാൻ 5-ാം വാർഡിൽ താമസിക്കുന്നു. വേളൂക്കര ഗ്രാമപഞ്ചായത്തിൽ 5-ാം വാർഡിൽ താമസിക്കുന്നു. നമ്മൾ ആക്ച്വലി ബിസിനസ്സൊക്കെ ചെയ്ത് ജീവിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു 5-ാം വാർഡിൽ 5-ൽ 220 എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് ഉണ്ട്. അത് ഞാൻ വാടകയ്ക്ക് കൊടുത്തിരുന്നു. അപ്പോൾ വാടകയ്ക്ക് കൊടുത്ത് ഒരു 2-3 വർഷം നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ ചെറിയൊരു വഴിയുടെ പ്രശ്നം വന്നു. അപ്പോൾ നമ്മുടെ പാർട്ടി തന്നെ, ഞങ്ങളുടെ പാർട്ടി തന്നെ ഭരിക്കുന്നത് CPM തന്നെ മെമ്പറും അവിടുത്തെ മെമ്പറും CPMൻ്റെ മെമ്പർ തന്നെയായിരുന്നു. പക്ഷേ അങ്ങനത്തെ ഒരു അവസരത്തിൽ എനിക്കൊരു ചെറിയൊരു ഇഷ്യൂ വന്നപ്പോൾ ഞാൻ അവരോട് പല പ്രാവശ്യം ചെന്ന് പറഞ്ഞു, ഇങ്ങനെ ചെറിയൊരു കാര്യങ്ങളുണ്ട്, പഞ്ചായത്തിൽ നിന്ന് എനിക്ക് പ്രശ്നങ്ങൾ, അതായത് ഇത് നിർത്തണം, അതിൻ്റെ ലൈസൻസ് ക്യാൻസലാക്കാൻ പോണ്, അതേപോലെ തന്നെ വഴി തടസ്സം, അതായത് വണ്ടി പോകാനുള്ള തടസ്സങ്ങൾ വന്നപ്പോൾ ഞാൻ എൻ്റെ വാർഡ് 5 നമ്പർ വാർഡിൻ്റെ മെമ്പറോട് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഇവർ ഇതൊന്നും അറിയാതെ പഞ്ചായത്തിൽ നിന്ന് ഒരു പോസ്റ്റർ കൊണ്ടുവയ്ക്കുന്ന ഈ വഴി കൂടെ 10 ടൺ കൂടുതലുള്ള വാഹനങ്ങൾ പോകാൻ വേണ്ടി, അതായത് എൻ്റെ സ്വന്തം വഴി ഞാനറിയാതെ പഞ്ചായത്ത് കോൺക്രീറ്റ് ചെയ്തു. അതായത് എൻ്റെ വഴി, എൻ്റെ പേരുള്ള, എൻ്റെയും എൻ്റെ വൈഫിൻ്റെയും പേരുള്ള വഴി, എൻ്റെ പറമ്പിലേക്ക് വരുന്ന വഴി ഞാനറിയാതെ തന്നെ, ഞാൻ ഈ പാർട്ടിയിൽ ഇരിക്കുന്നു എന്നിട്ട് ഞാനറിയാതെ തന്നെ ആ വഴി പഞ്ചായത്ത് ഏറ്റെടുക്കുകയും ഞാനതിനു വേണ്ടി വിവരാശം കൊടുത്തപ്പോൾ കുറേ വഴിയെടുത്ത് വിടുത്തെന്ന് പറഞ്ഞു. എൻ്റെ പറമ്പിലേക്ക് വരുന്ന വഴി പഞ്ചായത്ത് ഏറ്റെടുത്ത് പിന്നെ എനിക്ക് അതിൽ കൂടെ വണ്ടി പോകാനുള്ള അവകാശം തരുന്നില്ല. അങ്ങനെ ഞാൻ നമ്മുടെ പാർട്ടിയിൽ സംസാരിച്ചു. ഇവർ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് 2-3 വർഷം കൊണ്ട് നമുക്ക് ചെയ്യുന്നില്ല. അതുപോലെ ഞാൻ അതിൽ നടത്തുന്ന ബിസിനസ്സുകാരൊക്കെ ഇപ്പോൾ എല്ലാവരും വിട്ടുപോയി തുടങ്ങി. മെയിനായിട്ട് നിന്ന് ആൾ പോയി. എന്താ വെച്ചാൽ എനിക്ക് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ജീവിതമാണ് കഴിഞ്ഞിരുന്നത്. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഞാൻ പാർട്ടിയിൽ പല പ്രാവശ്യം പാർട്ടി മീറ്റിങ്ങും കാര്യങ്ങളും ഞാൻ അവതരിപ്പിച്ചു. ചെയ്യാമെന്ന് പറയാമെന്നല്ലാണ്ട് ഇവരൊന്നും ചെയ്യുന്നില്ല. നമ്മൾ പാർട്ടിയിൽ നല്ല പ്രവർത്തിച്ചിരുന്നു. പക്ഷേ അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മൾ പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ട് നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തൊരു പാർട്ടിയോട് പിന്നെ നമുക്ക് അനുഭവം കാണിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഇതിലേക്ക് വരാനുള്ള കാരണം. ഇപ്പോൾ ഈ ചേട്ടനൊരു വർഷങ്ങളോളം CPMൽ പ്രവർത്തിച്ചൊരു കാര്യകർത്താവാണല്ലോ. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ അവസ്ഥ ഇതുപോലെയുള്ള ബിസിനസ് സ്ഥാപനങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഇതുപോലെ ഇതിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാർക്ക് പോലും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ജനങ്ങളുടെ ഒരു അവസ്ഥ എന്തായിരിക്കും? ജനങ്ങളൊരവസ്ഥ എന്ന് പറയുകയാണെങ്കിൽ അതിപ്പോൾ ഞാൻ എന്താ പറയുക, അങ്ങനെ പറയുമ്പോൾ അതായത് പൊതുവേ ഉണ്ടായിരിക്കും, അവസ്ഥ ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വെച്ചാൽ ഞാനൊരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെ അവസ്ഥ ഒന്ന് ജനങ്ങൾക്ക് പിന്നെ പറയണ്ടല്ല. വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ BJPയുടെ ഒരു മുന്നേറ്റം ഈ പറയുന്ന പ്രദേശങ്ങളിൽ എങ്ങനെയായിരിക്കും എന്നാണ് ചേട്ടൻ്റെ ഒരു വിലയിരുത്തൽ? എൻ്റെ വിലയിരുത്തൽ നമുക്ക് ആദ്യം നമ്മുടെ പഞ്ചായത്തിലാകെ 2 സീറ്റൊക്കെ കിട്ടിയിരുന്നുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ ഈ പ്രാവശ്യം നമുക്ക് 7-8 സീറ്റ് കിട്ടുന്നതാണ് എൻ്റെ വിലയിരുത്തൽ. അതായത് ജനങ്ങൾ സത്യത്തിൽ പറയുകയാണെങ്കിൽ ഈ പാർട്ടിയോട്, അതായത് പണ്ടത്തെ ഉള്ള ഒരു ഇത് കുറഞ്ഞു തുടങ്ങി. അതായത് അവരുടെ പ്രവർത്തനങ്ങളായിരിക്കണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ കൂടെ തന്നെ എനിക്കറിയാം. അപ്പോൾ മറ്റുള്ളവരും അങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സുരേഷ് ഗോപി മത്സരിച്ച സമയത്തൊക്കെ ഇടതുപക്ഷത്തിന് തന്നെ വോട്ട് ചെയ്തിരുന്ന ഒരാളല്ലേ താങ്കൾ? അതെ. അപ്പോൾ ആ സമയത്ത് CPMൻ്റെ ഈ ഒരു പഞ്ചായത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അന്നത്തെ നോക്കുകയാണെങ്കിൽ പഞ്ചായത്ത് തലത്തിലുള്ള പ്രവർത്തനം നല്ലതായിരുന്നു. അത് കഴിഞ്ഞ് അതിന് മുന്നുണ്ടായിരുന്നു ഇല്ല എന്ന് പറയില്ല ഞാൻ. പക്ഷെ എന്നാലും അന്നൊക്കെ നല്ല പ്രവർത്തനമായിരുന്നു പഞ്ചായത്തിൽ CPMൻ്റെ പ്രവർത്തനം നല്ല രീതിയിലായിരുന്നു. ഇപ്പോൾ ഇടക്കാലം വെച്ച് അതൊക്കെ കുറഞ്ഞു. മീറ്റിങ്ങുകൾക്ക് തന്നെ അധികം പേര് വരാണ്ട് അങ്ങനത്തെ ഒരു കണ്ടീഷനൊക്കെ തുടങ്ങി. പ്രവർത്തിക്കാൻ ആളില്ല. അങ്ങനെയൊക്കെ നമ്മളിപ്പോൾ പോകുമ്പോൾ നമുക്കറിയുന്ന കാര്യങ്ങൾ എല്ലാവരും പൊതുവേ ആ ഇൻട്രസ്റ്റ് കുറഞ്ഞു തുടങ്ങി ജനങ്ങൾക്ക്. ഇപ്പോൾ ഇവിടെ CPMും കോൺഗ്രസും അതിശക്തമായിട്ടുള്ള മത്സരങ്ങൾ നടത്തിയിട്ടുള്ള പ്രദേശങ്ങളായിരുന്നല്ലോ ഇരിഞ്ഞാലക്കുട പ്രദേശങ്ങൾ മുഴുവൻ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇവിടെ കോൺഗ്രസിൻ്റെ ഒരു സിറ്റുവേഷൻ എന്താണ്, അവസ്ഥ എന്താണ്? കോൺഗ്രസിൻ്റെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അത് ആദ്യത്തെ പോലെ തന്നെ നിൽക്കണം. അതിലൊരു പ്രോഗ്രസ് ഇല്ല കോൺഗ്രസ്സിന്. ശരിക്കും നോക്കി ഇപ്പോൾ നിൽക്കുന്നത്, കുറച്ചും കൂടി പ്രോഗ്രസ് നിൽക്കുന്നത് BJP ആണ്. ഇപ്പോഴത്തെ ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ എൻ്റെ അഭിപ്രായത്തിൽ BJP ഭൂരിപക്ഷം സീറ്റുകൾ വരുന്നതാണ്. ഇപ്പോൾ ഈ ചേട്ടൻ എത്ര നാളായി CPMൽ നിന്ന് വിട്ടു നിൽക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ അധികം നാളായിട്ടില്ല. ഞാനിപ്പോൾ അവരുടെ മീറ്റിങ്ങിൽ ഞാൻ സംസാരിച്ചു. ഇപ്പോൾ ഒരു 2 മാസം മുന്നേ ഞാൻ മീറ്റിങ്ങിൽ സംസാരിച്ചിരുന്നു. എൻ്റെ ഈ പ്രശ്നം സോൾവ് ചെയ്ത് തരിക, സോൾവ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ്. അതായത് പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിരുന്നതാണ്, കഴിഞ്ഞ ഇലക്ഷനൊക്കെ പ്രവർത്തിച്ചിരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പ്രശ്നം വരുന്നത്, നമുക്ക് ജീവിക്കാനൊരു മാർഗ്ഗമാണ്. ഇപ്പോൾ ഞാനോട് പറഞ്ഞു, മീറ്റിങ്ങിൽ പറഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്തു തരാൻ പറഞ്ഞു. പക്ഷേ ആ തരാം എന്ന് പറഞ്ഞതല്ലാണ്ട് ഇതുവരെ അതിനെപ്പറ്റി ഒന്നും ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം. ഇപ്പോൾ ഈ ചേട്ടനോട് ഇങ്ങനൊരു വിരോധം CPMനുണ്ടാവാനായിട്ട് എന്താണ് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കാരണമുണ്ടോ?
വിരോധം ഞാൻ വിരോധം ഉണ്ടെന്ന് പറയില്ല. പക്ഷേ ഇവർ പറയണത് ചെയ്ത് തരാം എന്ന് പറയുന്നതല്ലാണ്ട് ചെയ്ത് തരുന്നില്ല. ഇനിയിപ്പോൾ ഉള്ളിൽ വിരോധം ഉണ്ടോയെന്നാണ് നമുക്കറിയില്ല, അത് നമുക്കറിയാൻ പറ്റില്ല. ഇതിപ്പോൾ ചേട്ടൻ്റെ പേഴ്സണൽ പ്രോപ്പർട്ടിയിൽ കയറി അതൊരു പഞ്ചായത്തിൻ്റെ ഭൂമിയാണെന്നുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ അത് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം അവർക്ക് താങ്കളോട് ഉണ്ടായിട്ടുണ്ടോ? വ്യക്തിപരമായിട്ടുള്ള പ്രോബ്ലംസ് ഇല്ല. പക്ഷേ നമുക്കിത് അതിനുള്ള കാര്യങ്ങൾ നമുക്ക് എന്താണെന്ന് അറിയില്ല. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ വ്യക്തിപരമായിട്ട് പറയുമ്പോൾ എല്ലാവരും നല്ല സ്നേഹത്തിലേക്കാണ്. പക്ഷേ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്തു തരുന്നില്ല. നമ്മളിപ്പോൾ ഇതിൽ പ്രവർത്തിക്കുമ്പോൾ എല്ലാ കാര്യം ചെയ്യുമ്പോൾ നമുക്കും നമ്മുടെ ജീവിത മാർഗ്ഗങ്ങളിലും നമുക്ക് ചെയ്തു തരണ്ടേ. നമുക്ക് ജീവിക്കേണ്ട നല്ല പാർട്ടിയിൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അതിനുള്ള സാഹചര്യം ഇല്ലാണ്ടാക്കി പിന്നെ നമ്മളെങ്ങനെ പ്രവർത്തിക്കും? പാർട്ടിയിൽ മാത്രം പ്രവർത്തിച്ചുകൊണ്ട് കാര്യമില്ല. ചേട്ടൻ്റെ ബിസിനസ് എന്തായിരുന്നു? എൻ്റെ ബിസിനസ് അവിടെ ഞാൻ ചെറിയ ഷെഡുകളായിരുന്നു. അത് ആദ്യം ഒരു കട്ട ടൈലിൻ്റെ കമ്പനി ആയിരുന്നേ. അത് ഞാൻ പണിത് കംപ്ലീറ്റ് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വാടക കിട്ടിയിരുന്നു. ഇപ്പോൾ ആ വാടകകളൊക്കെ പോയി. അപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി വരാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇവർ ബോർഡ് വെച്ച് പഞ്ചായത്തിന് ശരിക്കും ഒരു അധികാരമില്ല. എൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ കടന്നിട്ട് ഇവരിങ്ങനെ വെക്കേണ്ട ഒരു ആവശ്യമില്ല അവർക്ക്. നിയമപരമായിട്ട് ചേട്ടൻ മുന്നോട്ട് പോയിട്ടില്ല? നിയമപരമായിട്ട് പോയിട്ടുണ്ട്. കേസ് നടക്കുന്നുണ്ട്. കേസ് ഇപ്പോഴും നടക്കുന്നുണ്ട്. ഞാൻ ഇരിഞ്ഞാലക്കുട ജില്ലാ കോടതിയിൽ കേസ് കൊടുത്തു. പക്ഷേ അത് നമ്മൾ തോറ്റുപോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പഞ്ചായത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ വഴികൾ എടുത്തപ്പോൾ ആ വഴി എടുത്തു എന്നാണ്. അതിനുള്ള അധികാരം എന്ന് പറഞ്ഞാൽ അങ്ങനെ പഞ്ചായത്തിന് ഒരിക്കലും ഒരു അധികാരമില്ല. മേൽക്കോടതി പോകാനാണ് തീരുമാനം? മേൽക്കോടതി ഞാൻ ഇപ്പോൾ കേസ് നടക്കുന്നുണ്ട് എറണാകുളത്ത്. സ്വാഭാവികമായിട്ട് ഇനിയിപ്പോൾ ചേട്ടൻ BJPയിലേക്ക് വന്ന ഒരു സാഹചര്യമുള്ളപ്പോൾ ഇനി CPMൻ്റെ നേതാക്കന്മാരുടെയൊക്കെ പ്രതികരണങ്ങൾ എങ്ങനെയായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? പ്രതികരണങ്ങൾ അതിനെപ്പറ്റി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. വെച്ചാൽ നമുക്ക് നമ്മുടെ കാര്യമാണ് ഫസ്റ്റ് നോക്കേണ്ടത്. അതായത് അവരുടെ പ്രതികരണങ്ങൾ എന്തായാലും അത് നമ്മൾക്ക് നോക്കാമെന്ന് ഞാൻ വിചാരിക്കും. എന്താ കാരണം വെച്ചാൽ നമുക്ക് നമ്മൾ ജീവിക്കാനുള്ള മാർഗ്ഗം ആദ്യം നോക്കണ്ടേ. അത് കഴിഞ്ഞിട്ടല്ലേ എനിക്ക് പാർട്ടിയിൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. അതില്ലാന്ന് പിന്നെ ഞാൻ എങ്ങനെ പ്രവർത്തിക്കും? അത് ഞാൻ ഓരോരുത്തരോടും ഞാൻ പറഞ്ഞു. പക്ഷേ ആരും ഒന്നതിനു വേണ്ടി നമുക്ക് ശ്രമിക്കുന്നില്ല. അതിനോട് അവർ നമുക്കൊന്നും ചെയ്തു തരുന്നില്ല. CPMൽ അടുപ്പമുള്ള നേതാക്കന്മാരുണ്ടാവുമല്ലോ, അപ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ അവർ എന്താണ് പറയുന്നത്? അവരുള്ളിൽ നിന്ന് എന്താണ് ലഭിച്ചത്? പറയുന്നില്ല, ചെയ്തു തരാമെന്ന് പറയുന്നുള്ളൂ. ചെയ്തു തരാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ആരും ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് എനിക്കറിയില്ല. അതറിയാൻ പറയുന്നുള്ളൂ. ഞാൻ ആരും കുറ്റം പറയാനില്ല. എന്തെങ്കിലും എന്താ പറയുക കാരണങ്ങളുണ്ടായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അതല്ല ഇപ്പം ഇനിയിപ്പോൾ അവിടെ താമസിക്കുന്നവരായിട്ടും ഇവരായിട്ട് കണക്ഷൻ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അതല്ലെങ്കിൽ പാർട്ടി വാർഡ് മെമ്പറുടെ എന്തെങ്കിലും ആയിരിക്കാം. വാർഡ് മെമ്പർ ആദ്യം ചെയ്തു പോയി ഇനിയിപ്പോൾ തിരുത്താൻ പറ്റില്ല, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അതും പാർട്ടിയുടെ മെമ്പർ തന്നെയാണ്. സാമ്പത്തികമായിട്ടുള്ള സഹായം CPMന് ചെയ്യുന്ന ആളായിരുന്നു താങ്കൾ? സാമ്പത്തികമായി നമ്മൾ എന്തെങ്കിലും പാർട്ടി ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ ചെറിയതൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ വലിയ സഹായങ്ങളൊന്നും ചെയ്യാറൊന്നുമില്ല. ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ അതിപ്പോൾ എല്ലാവരും ചെയ്യണ പോലെ തന്നെ നമ്മൾ ചെയ്യണം. ഇപ്പോൾ BJPയിൽ ഇനി എങ്ങനെ മുന്നോട്ട് പോകാനാണ് താങ്കൾ ഇനി ആഗ്രഹിക്കുന്നത്? എങ്ങനെയാണ് BJPയിൽ നല്ലൊരു പ്രവർത്തനമായിട്ട് പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, മുന്നോട്ട് നല്ലൊരു രീതിയിൽ. താങ്കളുടെ കൂടെ ഇനി ആരെങ്കിലും BJPയുടെ പ്രവർത്തനത്തിലേക്ക് എത്താനുള്ള സാഹചര്യമുണ്ടോ? സമ്പർക്കങ്ങൾ ഇനി നടത്താനുള്ള ഒരു തീരുമാനത്തിലാണോ? ഞാൻ ഇങ്ങനെ ഇപ്പോൾ ഇതിലേക്ക് മാറിയത് ഞാൻ എൻ്റെ ഫ്രണ്ട്ഷിപ്പിലോ അല്ലെങ്കിൽ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. പെട്ടെന്ന് അതൊരു എന്താ പറയുക ഒരു പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു എൻ്റെ. ഇങ്ങനെ വിളിച്ച് ഞാൻ വന്നു. ഞാനത് തന്നെ മനസ്സിൽ കുറേ നാളായിട്ട് വിചാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതായത് നമുക്ക് നമ്മുടെ അവകാശങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളതിൽ പ്രവർത്തിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ നാളായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഞാൻ ഇന്നലെ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം നടക്കണമെന്ന് എന്നെ വിളിച്ച് പറഞ്ഞു. ജിതീഷ് വിളിച്ച് പറഞ്ഞപ്പോൾ ശരി എന്നെ ക്ഷണിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്നതാണ്. എത്ര വർഷത്തോളം പ്രവർത്തിച്ചിട്ടുണ്ട്? ഏതെല്ലാം ചുമതലയിൽ ഇരുന്നിട്ടുണ്ട്? ഇല്ല, ഞാൻ ചുമതലകളിൽ അധികം ഇരുന്നിട്ടില്ല. പാർട്ടി മെമ്പറാണ്. പിന്നെ ചെറിയ ചെറിയ ചുമതലകളിൽ ഇരുന്നിട്ടുള്ളൂ. ഏതൊക്കെ ചുമതല ഇരുന്നുള്ളൂ? പക്ഷേ CPM ഇല്ല അതിൽ അങ്ങനെയൊന്നുമില്ല. ചെറിയ കർഷക സംഘത്തിൻ്റെ അങ്ങനെയൊക്കെ ചെറിയ ഇതിലുകളൊക്കെ ഇരുന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒന്നും സമയം ഉണ്ടാവാറില്ല. ബിസിനസ് ആയതുകൊണ്ട് സമയം ഉണ്ടാവാറില്ല. നമ്മളധികം അങ്ങനെ ഇരിക്കാറില്ല. പ്രവർത്തനത്തിനും മീറ്റിങ്ങും കാര്യങ്ങൾക്കൊക്കെ പോകാറുണ്ട്. വളരെ നന്ദി. ശരി.